എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങിക്കുന്നവരും 2026 വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം എന്നുള്ള സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എന്താണ് മസ്റ്ററിംഗ്, എവിടെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്നത്, ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്യണം, എന്തൊക്കെ രേഖകളാണ് മസ്റ്ററിംഗ് സമയത്ത് ഹാജരാക്കേണ്ടുന്നത്, എന്നു മുതൽ എന്ന് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നത്, മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യണം, കൂടാതെ ഓൺലൈനായി മസ്റ്ററിംഗ് സ്റ്റാറ്റസ് എങ്ങനെ നോക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വിവിധ ഡിസബിലിറ്റി പെൻഷനുകൾ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ, വിധവ പെൻഷൻ തുടങ്ങിയ പെൻഷൻ സ്കീമുകളാണുള്ളത്. ഇവ കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ വാങ്ങുന്നവരും നിർബന്ധമായും വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗ് എന്നാൽ പെൻഷൻ വാങ്ങുന്ന ആളിൻ്റെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ നേരിട്ട് സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനെയാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇത് പെൻഷൻ വാങ്ങുന്ന ആളിൻ്റെ വിരലടയാളം ബയോമെട്രിക് സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്താം. അങ്ങനെ പരാജയപ്പെട്ടാൽ പിന്നീട് ചെയ്യുന്നത് പെൻഷൻ വാങ്ങുന്ന ആളിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഘടന പരിശോധിച്ചാണ് ഉറപ്പുവരുത്തുന്നത്. ഈ രണ്ട് രീതിയിലും പരാജയപ്പെട്ടാൽ മസ്റ്ററിംഗ് സെൻറ്ററിൽ നിന്നും മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്ന സർട്ടിഫിക്കറ്റ് തരികയും അതിനോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഒരു ഫോർമാറ്റ് തരികയും ചെയ്യും. ഇത് നമ്മൾ ഡോക്ടറുടെ കൈവശം കൊടുത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങിക്കുന്നവർ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങിക്കുന്നവർ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിലോ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്നത് അക്ഷയ സംരംഭത്തിന് കീഴിലുള്ള ജീവൻ രേഖ പോർട്ടൽ വഴിയാണ്. ഇത് അതാത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇപ്പോൾ ചെയ്യുവാൻ സാധിക്കുന്നത്. മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ആധാർ നമ്പരാണ്. ആധാർ നമ്പരുമായി കേരള IT മിഷൻ നടത്തുന്ന ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ പെൻഷനർ നേരിട്ട് പോയി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കാവുന്നതാണ്. 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്നതാണ്. അക്ഷയ സെൻറ്ററുകളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുവാൻ അനുവദിച്ചിരിക്കുന്ന ഡേറ്റ് 17/7/2026 മുതൽ 30/9/2026 വരെയാണ്. അതായത് ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ നമുക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ സൈറ്റിലെ തിരക്ക് ഉണ്ടാകും. അതുകൊണ്ട് ധൃതി പിടിച്ച് ആരും ചെയ്യേണ്ടുന്ന കാര്യമില്ല. സാവകാശം ചെയ്താൽ മതിയാകും. നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ളവരെല്ലാം മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്നതാണ്. അതേസമയം 2026 ജനുവരി 1 ശേഷം പെൻഷൻ അനുവദിച്ചിട്ടുള്ളവർ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് പെൻഷൻ മുടങ്ങും. പെൻഷൻ നൽകുന്നതല്ല. പിന്നീട് എപ്പോഴാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ മുതൽ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അക്ഷയ കേന്ദ്രത്തിൽ മസ്റ്ററിംഗ് ഫീസായി നൽകേണ്ടുന്നത് 30 രൂപയാണ്. ശാരീരിക അവശതകൾ മൂലം മസ്റ്ററിങ്ങിന് നേരിട്ട് എത്താൻ കഴിയാത്തവർ അക്ഷയ സെൻറ്ററിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി നേരിട്ട് വീട്ടിലെത്തി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കും. അപ്പോൾ ഫീസായി നൽകേണ്ടുന്നത് 50 രൂപയുമാണ്. മസ്റ്ററിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് അക്ഷയ സെൻറ്ററുകളിൽ നിന്ന് തന്നെ ഒരു പ്രിൻ്റ് ലഭിക്കും. എന്നാൽ മസ്റ്ററിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം യാതൊരുവിധ ഡോക്യുമെൻസും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലോ ക്ഷേമനിധി ബോർഡുകളിലോ നൽകേണ്ടതില്ല. ഇലക്ട്രോണിക്കലി ഇതെല്ലാം ട്രാൻസ്ഫർ ആകുന്നതാണ്. അതേസമയം മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഓൺലൈനായി മസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഈ സൈറ്റിൻ്റെ അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് പെൻഷൻ തിരച്ചിൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം വരുന്ന പേജിൽ നമുക്കിവിടെ ആധാർ പെൻഷൻ ID, ആധാർ നമ്പർ, അക്കൗണ്ട് നമ്പർ തുടങ്ങിയ ടാബുകൾ കാണാം. അതിൽ ആധാർ നമ്പർ നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത ശേഷം താഴെ പെൻഷൻ വാങ്ങുന്ന ആളിൻ്റെ ആധാർ നമ്പർ കൊടുക്കുകയും അതിന് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച നമ്പറുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ കൊടുത്ത് തിരയുക എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ താഴേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അവിടെ നമുക്ക് പെൻഷനുടെ പേരും മറ്റ് വിശദാംശങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. ആക്റ്റീവ് എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നവിടെ ഉണ്ട്, അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സമർപ്പിച്ചു എന്നുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക്